ഞാൻ വീട്ടിലുണ്ടാവാറില്ല. ഫോണൊന്നും ഓഫ് ചെയ്യില്ല. ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോൺ അതുകൊണ്ടുമല്ല, ഇത് പണം കളിച്ചിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ വരും. അവിടെ കളിക്കുന്നില്ല, അത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ അവിടെ കളിക്കില്ല. പിന്നെ സൗണ്ട് ശരിയില്ല, അതൊക്കെ നമ്മൾ പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് അതൊക്കെ വരും. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യണമല്ലോ. ഓഫ് ചെയ്യാൻ പറ്റില്ല. പടം ഞാൻ പണ്ട് ചെയ്യാറുള്ളത്, പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഞാൻ സ്ഥിരമായിട്ട് കാണുന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറഞ്ഞ ഫിലിം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ, ഒരു ഹോപ്പിനെ കുറിച്ചിട്ടുള്ള സിനിമ. അപ്പോൾ അത് കാണുന്നതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് പൊട്ടിയാലും ഇനിയൊരു പ്രതീക്ഷ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് പണ്ട് സ്ഥിരമായിട്ട് കാണാറുണ്ടായിരുന്നു ആദ്യത്തെ 2-3 സിനിമകൾ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണാറില്ല അത് തലേ ദിവസം. അപ്പോൾ അതുകൊണ്ടല്ല, തലേ ദിവസം ഇങ്ങനെ ഓരോ പരിപാടികളായിരിക്കും. പിന്നെ പിറ്റേ ദിവസം ഞാൻ വീട്ടിലിരിക്കാറില്ല. ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും, മിക്കവാറും വൈഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഡ്രൈവിങ്ങോ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആയിരിക്കും ഉച്ചവരെയൊക്കെ. സിനിമ റിലീസിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഡ്രൈവാണോ ഫാമിലിയായിട്ട്? അങ്ങനെയൊന്നുമില്ല. സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. പിന്നെ എങ്ങനെയാണ് റിലാക്സിംഗ് പോയിന്റ്? എങ്ങനെയാണ്? നമ്മൾ ഫുൾ ടൈം റിലാക്സിങ് ആണല്ലോ. നമുക്ക് റിലാക്സിങ് എനിക്ക് ആകെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ റിലീസ്. സി ആത്യന്തികമായി ഒരു സിനിമയ്ക്ക് ഒരു വിധിയുണ്ട്. വി ആർ സപ്പോസ് ടു ടേക്ക് ഇറ്റ്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ മണ്ടനാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ബിക്കോസ് അത് വി കുഡൻറ്റ് കേറ്റർ ടു ദം എന്നുള്ളതാണ്. വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് ആൻഡ് കറക്റ്റ് ഇറ്റ്. അടുത്ത സിനിമയിൽ അത്ര ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ എം സോ മച്ച് ഇൻ ലവ് വിത്ത് സിനിമ ദാറ്റ് ഐ വിൽ ബി കണ്ടിന്യൂയിങ് മേക്കിംഗ് സിനിമ. ഇപ്പോൾ ദർ ഇസ് നോ ഇഷ്യൂ വിത്ത് ദാറ്റ്. അപ്പോൾ അത് ഈ സിനിമ വിജയമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഹാവ് മോർ ബിലീഫ് ഇൻ ദ ഓഡിയൻസ്. ഇപ്പോൾ ട്രൈ ഡിഫറെൻറ്റ് കാസ്റ്റിംഗ്, പ്രോബ്ലി ന്യൂ കമേഴ്സ്. ചിലപ്പോൾ നമ്മൾ സ്റ്റാറിനെ വെച്ച് ചെയ്യുന്നൊരു സബ്ജക്റ്റൊക്കെ ന്യൂ കമറിനൊക്കെ വെച്ച് ചെയ്യാനൊക്കെ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ, ഇത് വിജയങ്ങൾ നമുക്ക് അങ്ങനെയുള്ള കോൺഫിഡൻസ് വരും പോസിറ്റീവ്ലി. പരാജയങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കും. അത് എവിടെയാണ് പാളിപ്പോയത്, എന്തായിരുന്നു ചെയ്യായിരുന്നു. ഇപ്പോൾ രാമൻ്റെ ആയതുകൊണ്ട് എനിക്കുള്ള സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എല്ലാ സിനിമയിലും അതെ, പക്ഷേ ഈ സിനിമയിൽ പ്രത്യേകിച്ചും ഇതിനൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ സിനിമയിൽ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയൊന്നും അതിൽ ചെയ്യാൻ ബാക്കിയില്ല. അതിന് പ്രൊമോഷനിലും നമ്മൾ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതെനിക്കറിയില്ല. എനിക്ക് അല്ല, നമ്മുടെ ഭാഗത്ത് നമുക്ക് അല്ല, അപ്പം ഈ രീതിയിൽ ഇതൊക്കെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതെല്ലാം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. വി ഹാവ് ലെഫ്റ്റ് നത്തിങ് ടു ദിസ് തിങ്. അപ്പോൾ ഇനിയും അത് നന്നായില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, എങ്ങനെയാണെന്ന് വിശ്വസിക്കേണ്ടത്. അടുത്തൊരു ആക്ഷൻ പടം കേട്ടോ? ആക്ഷൻ പടമായിട്ട് വരുന്ന പ്രതീക്ഷ. എനിക്ക് ആക്ഷൻ പടം ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഞാൻ ഹീറോനെ തപ്പിക്കൊണ്ടിരിക്കുക. ജയസൂര്യ? എനിക്കറിയില്ല. ഇനി ഒരു മിക്സഡ് മൂവിയും കൂടെ എടുക്കണോ? അപ്പൊ ആ ജോണർ, അതായത് ഇങ്ങനെ പാട്ട്, ആക്ഷൻ, മറ്റേ മൾട്ടി മസാല മൂവി ഇല്ലേ? മിക്സഡ് മൂവി എന്നാണ് പറയുന്നത്. മിക്സഡ് മൂവി, മസാല. ഞാനിതെല്ലാം മസാലയാണ്. എല്ലാ ഫിലിമും നമ്മുടെ മസാല മൂവീസാണ്. അങ്ങനത്തെ ഫിലിം അല്ല, അങ്ങനത്തെ ഫിലിം എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല. എനിക്ക് പറ്റില്ല. അതുകൊണ്ട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലോ, നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പുണ്യാളം ചെയ്യാൻ പോയ സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു ഇതുപോലത്തെ കോമഡി ചെയ്യരുത്, ബിക്കോസ് അത് വർക്കാവില്ല. കാരണം ആൾക്കാർ ആ ഇന്നസെൻസൊക്കെ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടു. ആൾക്കാർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കുറച്ച് എരിവും പുളിയൊക്കെയുള്ള കോമഡി കേൾക്കാനാണ്, കുറച്ച് അഡൾട്ട് കോമഡി കേൾക്കാനാണ് ഫാമിലിക്ക് പോലും താല്പര്യം. അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകൾ അങ്ങനെയായിരുന്നു, ഒരുപാട് സിനിമകൾ. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞാൻ ഇതിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുന്നു, ഇത് ശരിയായിരിക്കാം, ഇത് തന്നെയായിരിക്കാം ശരി, ഇത് ആൾക്കാർക്ക്. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ, എനിക്കങ്ങനെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അത് ഞാൻ അതിനോട് എനിക്കൊരു പക്ഷേ കാണാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് വർക്കാവുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ വിശ്വസിക്കാത്തൊരു സിനിമ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാലും ഒരിക്കലും നന്നാവില്ല. ഒരു കാര്യമുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു കോമഡി സിനിമയാണ് ഉണ്ടാക്കുന്നത്. പുണ്യാള ഗർഭത്തീസാണ്. അപ്പം എൻ്റെ വിശ്വാസം ഓഡിയൻസിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് അങ്ങനെ സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അവർ പോകാത്തത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാനോട് പറഞ്ഞ അതാണ്, നമ്മൾ അതിനെ തർക്കിക്കുകയോ തെറ്റുക എന്നുള്ളതല്ല. പക്ഷേ ആ സിനിമ നമുക്കൊന്ന് തന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ രാമൻ്റെ ആയതുകൊണ്ടത്തെ കേസ് വിജയിച്ചാൽ എന്ന് പറഞ്ഞ പോലെ തന്നെ, ബിക്കോസ് ആ പുണ്യാളം തന്ന ഒരു വിജയമാണ് ഇത്രയും സിനിമ ചെയ്യാൻ നമുക്ക് പറ്റിയത്. കാരണം എല്ലാ സിനിമകളും വിജയിച്ചു, അതല്ല, ബിക്കോസ് വെൻ ദാറ്റ് വർക്ക്സ്. ഇപ്പോൾ പുണ്യാളിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനും ജയൻ്റെയും അത്ര നല്ലൊരു സമയത്തല്ല സിനിമ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിലും ഒരാൾക്ക് കാണാൻ അട്രാക്ട് ചെയ്യുന്ന പേരുകളൊന്നും അവിടെ അതിലില്ലായിരുന്നു. ഇപ്പം ഒരു പക്ഷേ എൻ്റെ സിനിമയിൽ കാണാൻ കുറച്ചുകൂടി ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അന്നില്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. എന്നിട്ടും ആ സിനിമയ്ക്ക് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇനീഷ്യലാണ് വന്നത്. അത് ആ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, നമ്മളുടെ ഇഷ്ടം കൊണ്ടല്ല. എല്ലാ സിനിമയ്ക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം അത് തരുന്നൊരു കോൺഫിഡൻസ് വളരെ വലുതാണ് നമുക്ക്. ഇങ്ങനൊരു സിനിമയായിട്ടും പ്രത്യേകിച്ച് ഒരു എസ്റ്റാബ്ലിഷ് നെയിംസ് ഇല്ലാതിരുന്നിട്ടും അത്രയും വലിയൊരു ഇനീഷ്യൽ വന്ന പടമാണ്. ഇനീഷ്യലിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പോൾ ദർ വാസ് സംതിങ് എക്സൈറ്റിംഗ് ഇൻ ഇറ്റ് ഫോർ ദ ഓഡിയൻസ്.